സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. ഇറാന്റെ പ്രഹരത്തിന്റെ ശക്തി ഒടുവിൽ അമേരിക്ക തന്നെ സമ്മതിക്കുകയാണ്. രണ്ടാഴ്ചയ്ക്കുള്ളിൽ 100ഓളം അമേരിക്കൻ സൈനികർക്കാണ് ഗുരുതര പരിക്കേറ്റത് എന്ന് പെന്റഗൺ ഒടുവിൽ സ്ഥിരീകരിക്കുകയാണ്. 4 പേർ കൊല്ലപ്പെടുകയും ചെയ്തു. നമ്മൾ ഓർക്കണം, ഇറാന്റെ ആക്രമണങ്ങളിൽ തങ്ങളുടെ അസറ്റുകൾക്കോ സൈനികർക്കോ ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞ ട്രംപിനും കൂട്ടർക്കുമാണ് ഇപ്പോൾ എല്ലാം ഒടുവിൽ സമ്മതിക്കേണ്ടി വരുന്നത്. എന്തായാലും കൂടുതൽ സൈനികരുടെ ജീവൻ അപകടത്തിലായതോടെ ട്രംപ് ഭരണകൂടത്തിന് പ്രതിസന്ധി ഇരട്ടിച്ചിട്ടുണ്ട്. പ്രതികാരം ചെയ്യുമെന്ന് ആവർത്തിക്കുന്ന ട്രംപ് കരയുദ്ധ സാധ്യത പക്ഷേ തള്ളുകയും ചെയ്യുന്നു. ഇതിനൊപ്പം തന്നെ ഹോർമൂസിൽ നിന്നും ട്രംപിന് തിരിച്ചടിയുടെ വാർത്തകളാണ് വരുന്നത്. ഇറാന്റെ ഹോർമൂസിലെ ശേഷി ഇല്ലാതാക്കാൻ തുടർച്ചയായ 10ാം ദിവസവും ആക്രമണം നടത്തിയിട്ടും കാര്യമുണ്ടായിട്ടില്ല എന്നാണ് വിലയിരുത്തൽ. ഹോർമൂസിൽ ഇറാന്റെ ആധിപത്യം തുടരുകയാണ്. 24 മണിക്കൂറിനിടെ നിർദ്ദേശം ലംഘിച്ച 3 എണ്ണക്കപ്പലുകളെ ആക്രമിച്ച് ഇറാൻ അത് ലോകത്തിന് വീണ്ടും കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ചെങ്കടലിൽ സൗദി പേടിച്ചത് തന്നെ സംഭവിച്ചിരിക്കുകയാണ്. ഇറാന്റെ പിന്തുണയുള്ള ഹൂതികൾ സൗദിക്കെതിരെ നാവിക ഉപരോധം തുടങ്ങിക്കഴിഞ്ഞു. അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില 20% കൂടിയിട്ടുണ്ട്. അമേരിക്കയിൽ ഇന്ധനവില ഗാലന് $4 എന്ന നിരക്കിലേക്ക് ഉയർന്നിട്ടുണ്ട്. കിട്ടേണ്ടത് കിട്ടിയപ്പോൾ ട്രംപ് വീണ്ടും ട്രാക്ക് മാറ്റുകയാണ് എന്ന സൂചനകളും വരികയാണ്. ചർച്ചയിലേക്ക് വീണ്ടും കാര്യങ്ങളെ എത്തിക്കാനാണ് നീക്കം നടക്കുന്നത് എന്നാണ് സൂചന. ഇതിന്റെ ഭാഗമായുള്ള നീക്കങ്ങൾ പാകിസ്ഥാൻ കേന്ദ്രീകരിച്ചാണ് തുടങ്ങിയിരിക്കുന്നത്. 10 ദിവസത്തെ താൽക്കാലിക വെടിനിർത്തൽ നിർദ്ദേശം ഖത്തറും പാകിസ്ഥാനും ചേർന്ന് മുന്നോട്ട് വെച്ചു എന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. എങ്കിലും ഇറാൻ ഗൾഫ് മേഖലയിലെ അമേരിക്കൻ താവളങ്ങളിൽ നടത്തുന്ന ആക്രമണങ്ങൾ അവസാനിപ്പിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. പശ്ചിമേഷ്യയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ 3 സാഹചര്യങ്ങളെ വിലയിരുത്തുകയാണ് ഈ വീഡിയോയിലൂടെ. വാർത്തകളുടെ ഉള്ളറിയാം. ആദ്യം ഇറാന്റെ ഭാഗത്ത് നിന്ന് അമേരിക്കയ്ക്ക് നേരിട്ട് കിട്ടിയ തിരിച്ചടിയുടെ കാര്യം പരിശോധിക്കാം. ജൂലൈ 7-ന് താൽക്കാലിക വെടിനിർത്തൽ തകർന്നതിന് ശേഷം ഇറാന്റെ പ്രത്യാക്രമണങ്ങൾ അതീവ പ്രഹരശേഷിയുള്ളതും കൃത്യവുമായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് പെന്റഗൺ പുറത്തുവിട്ട കണക്കുകൾ. അമേരിക്കയുടെ പേരുകേട്ട പ്രതിരോധ സംവിധാനങ്ങളെല്ലാം മറികടന്നാണ് ഇറാന്റെ മിസൈലുകൾ ജോർദാനിലെയും ഇറാഖിലെയും സൈനിക താവളങ്ങളിൽ നേരിട്ട് പതിച്ചത്. ഇതോടെ ഇറാന്റെ പ്രത്യാക്രമണ ശേഷിയെക്കുറിച്ചുള്ള അമേരിക്കൻ ആശങ്കകൾ കൂടിയിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യം. ആദ്യം എല്ലാം നിഷേധിച്ച അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളാണ് ഒടുവിൽ ഇറാൻ പറഞ്ഞത് തന്നെയാണ് സംഭവിച്ചത് എന്ന് സമ്മതിക്കുന്നത്. പരിക്കേറ്റ 100ഓളം പേരിൽ ഭൂരിഭാഗം പേർക്കും മിസൈൽ ഡ്രോൺ സ്ഫോടനങ്ങളെ തുടർന്നുണ്ടായ നേരിയ മസ്തിഷ്ക ആഘാതമാണ് സംഭവിച്ചത് എന്നാണ് ചീഫ് പെന്റഗൺ വക്താവ് ഷീൻ പാർണൽ പറയുന്നത്. മാത്രമല്ല, പരിക്കേറ്റവരിൽ 96% പേരും ഇതിനകം തന്നെ ചികിത്സയ്ക്ക് ശേഷം തിരികെ ജോലിയിൽ പ്രവേശിച്ചു എന്നും അദ്ദേഹം വിശദീകരിക്കുന്നു. പക്ഷേ ഇതിനെ ചോദ്യം ചെയ്യുകയാണ് സൈനിക വിദഗ്ധർ. സ്ഫോടനത്തിന്റെ ആഘാതം മൂലമുണ്ടാകുന്ന ട്രോമാറ്റിക് ബ്രെയിൻ ഇഞ്ചുറി പലപ്പോഴും മാസങ്ങൾക്ക് ശേഷമാണ് പൂർണ്ണമായും നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റുക. ഇത്തരം ഗുരുതരമായ ആന്തരിക പരിക്കുകളെ നേരിയ പരിക്കുകൾ എന്ന് വിളിച്ച് ലഘൂകരിക്കാനാണ് അമേരിക്കൻ ഭരണകൂടം ശ്രമിക്കുന്നത് എന്നാണ് സൈനിക നിരീക്ഷകർ വിമർശിക്കുന്നത്. അമേരിക്കയിലെ നിലവിലെ ആഭ്യന്തര രാഷ്ട്രീയ സാഹചര്യത്തിൽ യുദ്ധത്തിൽ കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നത് ട്രംപ് ഭരണകൂടത്തിന് വലിയ തിരിച്ചടിയാണ്. ജീവഹാനി ഉണ്ടായത് അതിനേക്കാളും വലിയ തിരിച്ചടിയാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കൻ സൈന്യത്തിന് വലിയ തകർച്ച സംഭവിച്ചിട്ടില്ല എന്ന് വരുത്തി തീർക്കാനും പൊതുജന രോഷം ഒഴിവാക്കാനും വേണ്ടി വൈറ്റ് ഹൗസ് പെന്റഗണിന് മേൽ സമ്മർദ്ദം ചെലുത്തി യഥാർത്ഥ കണക്കുകൾ കുറച്ചു കാണിക്കുകയാണ് എന്നാണ് CBS പോലുള്ള അമേരിക്കൻ മാധ്യമങ്ങൾ തന്നെ ആരോപിക്കുന്നത്. മാത്രമല്ല, സൈനികർക്കുണ്ടായ പരിക്കുകളുടെ വിവരങ്ങൾ ആദ്യം മൂടിവെക്കുന്നതും വിവാദമായിട്ടുണ്ട്. എന്നാൽ സൈനികരുടെ സുരക്ഷിതത്വവും തന്ത്രപ്രധാനവുമായ രഹസ്യങ്ങളും സൂക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് വിവരങ്ങൾ ഇങ്ങനെ വൈകിപ്പിക്കുന്നത് എന്നാണ് പെന്റഗന്റെ വിശദീകരണം. എന്നാൽ പെന്റഗൺ പുറത്തുവിട്ടത് ശരിയായ കണക്കല്ല എന്നാണ് ഇറാൻ പറയുന്നത്. കുവൈറ്റ്, ജോർദാൻ, ബഹ്റൈൻ എന്നീ അമേരിക്കൻ താവളങ്ങളിൽ വലിയ നാശനഷ്ടമാണ് തങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നും അതുകൊണ്ട് തന്നെ യഥാർത്ഥ കണക്കുകൾ ഇതിനേക്കാൾ ഇപ്പോൾ പുറത്തു വന്നതിനേക്കാൾ എത്രയോ ഇരട്ടിയാണ് എന്നുമാണ് ഇറാൻ മാധ്യമങ്ങളും പറയുന്നത്. എന്തായാലും അമേരിക്കൻ സൈനികരുടെ ജീവൻ തുടർച്ചയായ ദിവസങ്ങളിൽ നഷ്ടപ്പെട്ടത് ട്രംപിന് നാണക്കേടായിരിക്കുകയാണ്. എന്നിട്ടും ഇറാനിൽ കരയുദ്ധത്തിന് ഇല്ല എന്നാണ് പെന്റഗൺ വ്യക്തമാക്കുന്നത്. അതും നമ്മൾ ശ്രദ്ധിക്കണം. കരയുദ്ധത്തിലേക്ക് പോയാൽ ഇതിനേക്കാൾ വലിയ തിരിച്ചടി കിട്ടുമെന്ന് അമേരിക്കൻ സൈന്യത്തിന് അറിയാമെന്ന് സൈനിക വിദഗ്ധർ പറയുന്നു. ഇറാന്റെ ഭൂമിശാസ്ത്രം ഇറാൻ സൈന്യത്തിന് അനുകൂലമാണ്. അത് കണക്കിലെടുത്താണ് പെന്റഗൺ വലിയ തിരിച്ചടി കിട്ടിയിട്ടും കരയുദ്ധം വേണ്ട എന്ന നിലപാട് സ്വീകരിക്കുന്നത് എന്നാണ് വിലയിരുത്തൽ. അപ്പോഴും ഗൾഫിലെ അമേരിക്കൻ താവളങ്ങളിൽ ആക്രമണം തുടരുകയാണ് ഇറാൻ. ബഹ്റൈനിലെയും കുവൈറ്റിലെയും ജോർദാനിലെയും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും
റഡാർ നിലയങ്ങളും ഉൾപ്പെടെയുള്ളവ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയെന്ന് ഇറാന്റെ വിപ്ലവ സേനയും ഇറാൻ സൈന്യവും അറിയിച്ചു. കുവൈറ്റിലെ കുടിവെള്ള പ്ലാന്റുകൾക്ക് നേരെയും വൈദ്യുത നിലയങ്ങൾക്ക് നേരെയുമുള്ള ആക്രമണങ്ങളും തുടരുകയാണ്. ഇറാനിൽ നിർമ്മാണത്തിലിരിക്കുന്ന ദർഗോവിൻ ആണവ നിലയത്തിലേക്ക് അമേരിക്ക നടത്തിയ ആക്രമണത്തിന് പ്രതികാരമായി ബഹ്റൈനിലെ ആമസോൺ ടെക് കമ്പനിയുടെ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയെന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് വ്യക്തമാക്കി. കൂടാതെ ബഹ്റൈനിലെ ഷെയ്ഖ് ഈസ എയർബേസിലുള്ള അമേരിക്കൻ സൈനികരുടെ താമസ സ്ഥലങ്ങളും ലക്ഷ്യമിട്ടതായി ഇറാൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു. അതിനിടെ ഹോർമൂസിലെ ആധിപത്യം വീണ്ടും പ്രകടമാക്കി ഇറാൻ 24 മണിക്കൂറിനിടെ 3 കപ്പലുകളെ ആക്രമിച്ചു. അതും എണ്ണ ടാങ്കറുകളെ ആക്രമിച്ചു. കഴിഞ്ഞ 10 ദിവസമായി നടത്തുന്ന ആക്രമണത്തിലൂടെ ഇറാന്റെ ഹോർമൂസിലെ ശേഷി ഇല്ലാതാക്കിയെന്ന് അമേരിക്ക അവകാശപ്പെട്ടിരുന്ന പശ്ചാത്തലത്തിൽ കൂടി വേണം ഇറാന്റെ ഇപ്പോഴത്തെ ഈ ആക്രമണങ്ങളെ നമ്മൾ നോക്കിക്കാണാൻ. 10 ദിവസം കൊണ്ട് ഇറാനിലെ 100 കണക്കിന് തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രങ്ങളെ തകർത്തുവെന്നാണ് അമേരിക്ക അവകാശപ്പെട്ടത്. ജൂലൈ 12 ഒരൊറ്റ ദിവസത്തെ വലിയ നീക്കത്തിൽ മാത്രം ഏകദേശം 140 കേന്ദ്രങ്ങളും മറ്റൊരു ഘട്ടത്തിൽ 170-ലധികം സൈനിക കേന്ദ്രങ്ങളും തകർത്തുവെന്നാണ് അമേരിക്കൻ സെൻട്രൽ കമാൻഡ് അറിയിച്ചത്. എന്നിട്ടും ഇറാൻ ഹോർമൂസിലെ കപ്പലുകളെ ആക്രമിച്ചത് അമേരിക്കൻ കേന്ദ്രങ്ങളെ ഞെട്ടിച്ചിട്ടുണ്ട്. ഹോർമൂസിലെ ഇറാന്റെ ശക്തി എവിടെയാണ് എന്ന് ഇപ്പോഴും മനസ്സിലാക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്ന വിലയിരുത്തലാണ് അതുകൊണ്ട് തന്നെ മിക്ക സാങ്കേതിക വിദഗ്ധരും പറയുന്നത്. അമേരിക്ക നിർദ്ദേശിച്ച ഒമാൻ തീരത്തിന് അടുത്തുള്ള പാതയിലൂടെ സഞ്ചരിച്ച 3 കപ്പലുകളെയാണ് ഇറാൻ ആക്രമിച്ചത്. മാൾട്ട പതാകയുള്ള കാവോ മാലിസ് എന്ന എണ്ണ ടാങ്കറിനെ ഒമാൻ തീരത്തിനടുത്തുള്ള ലിമയ്ക്ക് 8 നോട്ടിക്കൽ മൈൽ അകലെ വെച്ചാണ് ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയത്. കപ്പലിന് വലിയ രീതിയിൽ തീപിടുത്തമുണ്ടായതിനെ തുടർന്ന് ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള ജീവനക്കാർ കപ്പൽ ഉപേക്ഷിച്ച് ലൈഫ് ബോട്ടുകളിൽ രക്ഷപ്പെട്ടു. കപ്പൽ ഇപ്പോൾ നിയന്ത്രണമില്ലാതെ കടലിൽ ഒഴുകി നടക്കുന്നു എന്നാണ് മാരിടൈം ഏജൻസികളുടെ റിപ്പോർട്ട്. വലിയ എണ്ണക്കപ്പലായ ലൈബീരിയൻ പതാകയുള്ള അച്ചലൂസിനെ പാതയിലൂടെ നീങ്ങാൻ ശ്രമിച്ചപ്പോഴാണ് ഇറാൻ ആക്രമിച്ചത്. കപ്പലിന് കേടുപാടുകൾ സംഭവിച്ചെങ്കിലും ജീവനക്കാരെല്ലാം സുരക്ഷിതരാണ് എന്നാണ് റിപ്പോർട്ട്. ഇറാൻ ആക്രമിച്ച മറ്റൊരു കപ്പൽ MD ഏഷ്യയാണ്. ഈ കപ്പലിലെ ജീവനക്കാർ സുരക്ഷിതരാണ് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. തങ്ങളുടെ അനുമതിയില്ലാത്ത ഒരു നീക്കവും ഒരു കപ്പലും ഹോർമൂസിൽ പോകില്ല, അല്ലെങ്കിൽ ഹോർമൂസിലൂടെ കടന്നു പോകില്ല എന്ന് വീണ്ടും ഈ നീക്കങ്ങളിലൂടെ ഇറാൻ തെളിയിച്ചിരിക്കുകയാണ്. അതിലൂടെ അമേരിക്കയ്ക്ക് മേൽ വീണ്ടും വലിയ സമ്മർദ്ദം ഉണ്ടാക്കുകയാണ് ഇറാൻ ചെയ്യുന്നത്. ഇതിനൊപ്പമാണ് സൗദി അറേബ്യക്കെതിരെ നാവിക ഉപരോധവുമായി ഹൂതികൾ രംഗത്ത് വന്ന ആ വാർത്തയും നമ്മൾ നോക്കിക്കാണേണ്ടത്. ഹോർമൂസിലെ പ്രശ്നങ്ങൾക്ക് ശേഷം സൗദി അറേബ്യ ചെങ്കടൽ വഴിയാണ് എണ്ണ വിറ്റുകൊണ്ടിരിക്കുന്നത്. തങ്ങളുടെ എണ്ണയുടെ പകുതിയോളം, അതായത് പ്രതിദിനം 40 ലക്ഷത്തിലധികം ബാരൽ എണ്ണ ചെങ്കടൽ തീരത്ത് യാൻബു തുറമുഖം വഴിയാണ് സൗദി അറേബ്യ പുറം ലോകത്തേക്ക് എത്തിക്കുന്നത്. ചെങ്കടലിനെയും ഏതൻ കടലിടുക്കിനെയും ബന്ധിപ്പിക്കുന്ന തന്ത്രപ്രധാനമായ കടലിടുക്ക്, അതായത് ബാബൽ മന്ദേബ് കടലിടുക്ക് ഇറാൻ പിന്തുണയുള്ള ഹൂതികളുടെ നിയന്ത്രണത്തിലാണ്. ഇനി ഇതുവഴി സൗദി അറേബ്യയുടെ ഒരു കപ്പലും കടത്തിവിടില്ല എന്നാണ് ഹൂതികളുടെ പുതിയ പ്രഖ്യാപനം. സനാ വിമാനത്താവളത്തിലെ ആക്രമണത്തിനും ഇറാനെതിരായി സൗദി ട്രംപിനൊപ്പം നടത്തുന്ന നീക്കങ്ങൾക്കും പ്രതികാരമായിട്ടാണ് ഹൂതികളുടെ ഈ പുതിയ നീക്കം. ഹൂതികളുടെ നിലപാട് കടൽ കൊള്ളയാണ് എന്നാണ് സൗദിയുടെ പ്രതികരണം. വിട്ടുവീഴ്ചയില്ലാത്ത ശക്തമായ തിരിച്ചടി ഹൂതികൾക്ക് നൽകുമെന്നും സൗദി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ ഹൂതികൾ അപകടകാരികളാണ് എന്ന് സൗദിക്കറിയാം. ബാബൽ മന്ദേബ് പൂർണ്ണമായും അടച്ച ചരിത്രം ഹൂതികൾക്ക് ഉണ്ട് എന്നുള്ള കാര്യവും നമ്മൾ അറിയണം. അതുകൊണ്ട് തന്നെ ഹൂതികളുടെ ഭീഷണി ചെറുതല്ല. സൗദിയുടെ എണ്ണ കയറ്റുമതി പൂർണ്ണമായും പ്രതിസന്ധിയിലാക്കുന്നതാണ് ആ ഭീഷണി എന്നുള്ളതാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുക. സൗദി ക്രൂഡ് ഓയിലുമായി ചൈനയിലേക്കും ഇന്ത്യയിലേക്കും തിരിച്ച 2 എണ്ണ ടാങ്കറുകൾ U-ടേൺ എടുത്ത് സൂയസ് കനാലിലേക്ക് തിരിച്ചുപോയി എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. അതിനെ ഇപ്പോഴത്തെ ഈ ഭീഷണി, അതായത് ഹൂതികളുടെ ഭീഷണി എത്രത്തോളം വലുതാണ് എന്നതുമായി നമ്മൾ ചേർത്ത് വായിക്കേണ്ടതാണ്. ലോകത്തെ എണ്ണ വിതരണത്തിൻ്റെ ഏകദേശം 7% ബാബൽ മന്ദേബ് വഴി കടന്നു പോകുന്നതിനാൽ ഈ ഉപരോധം അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില വലിയ തോതിൽ ഉയരാൻ കാരണമാക്കും എന്നാണ് വിലയിരുത്തൽ. ഇപ്പോൾ തന്നെ എണ്ണവില വലിയ തോതിൽ ഉയർന്നിട്ടുണ്ട്. അമേരിക്കയെയും സഖ്യകക്ഷികളെയും സമ്മർദ്ദത്തിലാക്കാൻ ലോകത്തെ 2 പ്രധാന സമുദ്രപാതകളും ഒരേ സമയം അടച്ച് ആഗോള സമ്പദ് വ്യവസ്ഥയെ സമ്മർദ്ദത്തിലാക്കാനാണ് ഇറാനും ഹൂതികളും ശ്രമിക്കുന്നത്. ഇത്രയും തിരിച്ചടികൾ അമേരിക്കയ്ക്ക് കിട്ടിയതോടെ വീണ്ടും ചർച്ചകൾക്ക് വഴി തുറക്കുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായി നമ്മൾ നോക്കിക്കാണേണ്ട കാര്യം. തകർന്നുപോയ മുൻ സമാധാന കരാർ എങ്ങനെയെങ്കിലും പുനരുജ്ജീവിപ്പിക്കാനാണ് പാകിസ്ഥാനും ഖത്തറും ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ട്രംപിൻ്റെ നിർദ്ദേശപ്രകാരമാണ് എന്നാണ് സൂചന. എന്തായാലും പുതിയ നീക്കത്തിൻ്റെ ഭാഗമായി 10 ദിവസത്തെ വെടിനിർത്തൽ നിർദ്ദേശമാണ് മധ്യസ്ഥ രാജ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഇറാൻ്റെയും അമേരിക്കയുടെയും ഉപരോധങ്ങൾ പിൻവലിക്കണമെന്നും ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്നും ഈ നിർദ്ദേശത്തിൽ പറയുന്നു.
10 ദിവസത്തെ ഈ ഇടവേളയിൽ കൂടുതൽ വിപുലമായ സമാധാന ചർച്ചകൾ നടത്താനാണ് പാകിസ്ഥാനും ഖത്തറും ശ്രമിക്കുന്നത്. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാന്റെ പ്രത്യേക സന്ദേശവുമായി ഇറാന്റെ ആഭ്യന്തരമന്ത്രി ഇഷ്കന്ദർ മൊമേനി ഇസ്ലാമാബാദിലെത്തി പാകിസ്ഥാൻ അധികൃതരുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയവും തങ്ങൾക്ക് പുതിയ സമാധാന നിർദ്ദേശങ്ങൾ കിട്ടിയതായും ചർച്ചകൾക്ക് ഇപ്പോഴും വാതിൽ തുറന്നിട്ടിരിക്കുകയാണ് എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ഇറാന്റെ ഉള്ളിലെ തീവ്ര നിലപാടുകാർ അമേരിക്കയുമായി വീണ്ടും ചർച്ച നടത്തുന്നതിനെ ശക്തമായി എതിർക്കുന്നുണ്ട്. ഇതാണ് പ്രതിസന്ധി. ഇതാണ് നിലവിലെ പശ്ചിമേഷ്യയിലെ സാഹചര്യം. പാകിസ്ഥാന്റെയും ഖത്തറിന്റെയും ശ്രമങ്ങൾ, സമാധാന ശ്രമങ്ങൾ ഫലം കാണുമോ? വീണ്ടും ചർച്ചകളിലേക്ക് കാര്യങ്ങൾ എത്തുമോ? അമേരിക്കയും ഇറാനും ഉപരോധങ്ങളും ആക്രമണങ്ങളും നിർത്തിവെക്കുമോ? ഇതൊക്കെയാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. കാത്തിരുന്ന് കാണേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ എന്ന് തന്നെ പറയാം. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. വാർത്തകളുടെ ഉള്ളറിയിക്കുന്ന മറ്റൊരു സിംപിളി ഇൻഡെപ്ത് വീഡിയോയുമായി വീണ്ടും തിരിച്ചെത്താം. നന്ദി, നമസ്കാരം.